ഒരു താന്ത്രിക ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വിഗ്രഹത്തിൽ ചൈതന്യം വരുത്തുന്നത്? അതിന് ആദ്യം ഭൗതികശാസ്ത്രത്തിൽ സഹാനുഭൂതിയുള്ള അനുരണനം അല്ലെങ്കിൽ സഹാനുഭൂതി വൈബ്രേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. അനുരണനത്താൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പ്രകമ്പനം, അതാണ് സഹാനുഭൂതി വൈബ്രേഷൻ. ലളിതമായി പറഞ്ഞാൽ, ഒരേ സ്വാഭാവിക ആവൃത്തിയുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്ന് കമ്പനം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് രണ്ടാമത്തെ വസ്തുവും തനിയെ കമ്പനം ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. ഒരു വസ്തു സ്പന്ദിക്കുമ്പോൾ അത് തൊടാതെയും ബന്ധിക്കാതെയും ഉള്ള മറ്റൊരു വസ്തുവും സ്പന്ദിക്കാൻ തുടങ്ങുന്നു. ഒരു വസ്തു ശബ്ദ തരംഗങ്ങളിലൂടെ ഊർജം പകരുമ്പോൾ അതേ സ്വഭാവമുള്ള മറ്റൊരു വസ്തു സ്വയം സ്പന്ദിക്കുകയാണ്. അടഞ്ഞ ഒരു സ്ഥലത്തുണ്ടാകുന്ന ശബ്ദം നിലച്ചുകഴിഞ്ഞാലും ആ സ്ഥലത്തിന്റെ ഭിത്തികളിൽ ശബ്ദത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. ഈ പ്രതിഫലനമാണ് അനുരണനം. തന്ത്രിക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നമഃശിവായ അല്ലെങ്കിൽ നമോ നാരായണായ എന്ന മന്ത്രങ്ങൾ ഉച്ചത്തിൽ പൂജാരിയെക്കൊണ്ട് വിഗ്രഹത്തിന്റെ മുന്നിലിരുന്നു ചൊല്ലിക്കുന്നു. 1,00,000 പ്രാവശ്യം ആ മന്ത്രങ്ങൾ വിഗ്രഹത്തിനു മുന്നിലിരുന്നു ചൊല്ലുമ്പോൾ മന്ത്രങ്ങളുടെ അനുരണനത്താൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പ്രകമ്പനം ആ വിഗ്രഹത്തിൽ ഉണ്ടാവുന്നു. വിഗ്രഹവും ആ മന്ത്രങ്ങളുടെ അനുരണനത്താൽ ശക്തി പ്രാപിക്കുന്നു. മന്ത്രശബ്ദത്തിന്റെ അനുരണനത്താൽ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പ്രകമ്പനം വിഗ്രഹത്തിൽ കൂടിയിരിക്കുന്നു. അതായത് ഒരു കല്ലിന്റെയോ ലോഹത്തിന്റെയോ വിഗ്രഹത്തെ മന്ത്രശബ്ദത്തിന്റെ അനുരണനത്താൽ ജീവൻ വരുത്തുന്നു. ഒരു താന്ത്രിക ക്ഷേത്രത്തിൽ നമഃശിവായ അല്ലെങ്കിൽ നാരായണായ തുടങ്ങിയ മന്ത്രങ്ങൾ ചൊല്ലി വിഗ്രഹത്തിൽ നെഗറ്റീവ് ചൈതന്യം ഉണ്ടാക്കും. ഇനി വിഗ്രഹത്തിൽ എങ്ങനെയാണ് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത്? ആദ്യം ശ്രീകോവിലിന്റെ ഏറ്റവും താഴെയായി ഒരു പ്രത്യേക ചിലകൂട്ടുകൾ ഉപയോഗിച്ച് ഒരു ചെമ്പ് പാത്രം ഉണ്ടാക്കുന്നു. അതിൽ രത്നങ്ങളും സ്വർണങ്ങളും വെക്കും. ചെമ്പ് പാത്രം മണ്ണിനടിയിൽ ഉണ്ടാകുമ്പോൾ കുറച്ചു വർഷം കഴിയുമ്പോൾ ചെമ്പുപാത്രത്തിന് ഇറിഡിയം എന്ന ലോഹത്തിന്റെ അംശം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഇറിഡിയത്തിന്റെ അറ്റോമിക എനർജിയും രത്നകല്ലിന്റെ ഒരു ശക്തിയും ഒരു നേരിയ കുഴൽ, അതായത് ഭ്രൂണാളം വഴി വിഗ്രഹത്തിൽ പതിക്കുന്നു. അങ്ങനെ വിഗ്രഹത്തിൽ മന്ത്രശക്തിയുടെ നെഗറ്റീവ് ചൈതന്യവും താഴെയുള്ള ചെമ്പ് പാത്രത്തിലെ പോസിറ്റീവ് എനർജിയും കൂടി ഈശ്വരീയ ചൈതന്യം ആയ സാത്വികമായ ഒരു ചൈതന്യം ഉണ്ടാവുന്നു. അങ്ങനെയാണ് വിഗ്രഹത്തിൽ സാത്വികമായ ഈശ്വരീയ ചൈതന്യം ഉണ്ടാക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിലെ ചൈതന്യ രഹസ്യം. എന്നാൽ ശരിയായ ഗായത്രി അറിയുന്ന ഒരു ബ്രാഹ്മണൻ ഒരു കല്ലിനെയോ ലോഹത്തിനെയോ ഒരു മരത്തിനെയോ ഈശ്വര ചൈതന്യം ഉള്ളതാക്കി മാറ്റാൻ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചാൽ മതി. അത് അറിയാത്ത ബ്രാഹ്മണൻ ആണ് ഇങ്ങനെ താന്ത്രികപരമായ ഈശ്വര ചൈതന്യം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ വെക്കുന്നത്.